ഈടാ നീ ഏതോ ഹോസ്പിറ്റൽ അത്യാസന്ന ഫോമിൽ കിടക്കുകയാണെന്നാണല്ലോ കേട്ടത്. അവര് വിട്ടതോ നീ ചാടിയതോ? ശരീരത്തിലെ രക്തത്തിനളവ് കൂടുമ്പോ ബോഡി അത് റിജക്ട് ചെയ്യും. അതാണ് ഈ ചോര ഛർദിക്കാന്നൊക്കെ പറഞ്ഞ ആ അറിവ് കിട്ടിയപ്പോ. നിനക്ക് കഴിക്കാൻ പാടുണ്ടോ? ഈ ജന്മത്ത് നമ്മളടിക്കേണ്ട കോട്ട നമ്മൾ തന്നെ അടിച്ചു തീർക്കണ്ട ഗുരുവേ. പാമ്പേടിയായിട്ട് ഞാൻ ചാവൂ. നഹിജാമലിയുടെ ജന്മവും രവിയുടെ മരണവും അതാ ഞാൻ. ഒരെണ്ണം എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, 4 വോട്ട്കകത്തുണ്ട്. എന്താടാ? ഏയ് ഒന്നുമില്ല രഘുവേട്ടാ, ഞാൻ ഒരു തീരുമാനം എടുത്തു. കവിത എഴുത്തുന്ന തന്തയില്ലായ്മ ഞാൻ അവസാനിപ്പിച്ചു. ഇനി സിനിമാ പാട്ട് എഴുത്തുന്ന ആഭിചാരം തുടങ്ങാൻ പോകുന്നു. തലയിൽ ഇത്തിരി ആൾതാമസമുള്ള 1-2 സംവിധാനങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് മീരച്ച് ട്യൂൺ ചെയ്ത് അത് അതേപടി ഒരു ഡയറക്ടർ സിനിമയിലേക്ക് എടുത്തു. 10,000 രൂപയും തന്നു. ആലോചിച്ച് നോക്ക് രഘുവേട്ടാ, എടശ്ശേരിക്കും വയലോപ്പള്ളിക്കും ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഇത് 12 വരി AB തരത്തിന് 10,000 റുപ്യ. അതെങ്ങനെയാടാ? വ്യഭിചരിക്കാൻ കൊടുക്കുന്ന കാശ് ഭാര്യയ്ക്ക് വീട്ടു ചെലവിന് കൊടുക്കില്ലല്ലോ. ഇന്ന് രാവിലെയും കൂടെ ഒരെണ്ണം പെടച്ചിട്ട് മീരച്ചടെ കൊണ്ട് കൊടുത്തേ ഉള്ളൂ, ഇടി ട്യൂണെന്നും പറഞ്ഞിട്ട്. അവക്ക് അങ്ങനെ തന്നെ വേണം. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. കൊള്ളാം. ഇനി നീ അങ്ങനെ കുറച്ചാലും ജീവിക്കും.